അനാവശ്യമായി ആളുകളുടെ മാനസികാവസ്ഥകളെ തകർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പരിഹാരമില്ലാതെ, ഒരു ഉപകാരമില്ലാതെ വെറുതെ നമ്മൾ ആളുകളുടെ തകരാറുകളെക്കുറിച്ച് പറയുന്നത് അവരുടെ മാനസിക ശക്തിയെ, മനോധൈര്യത്തെ നമ്മൾ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിയെ നമുക്ക് ഹോംവർക്ക് ചെയ്തും പഠനത്തിൽ സഹായിച്ചും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ തകരാറുകളും അവൻ്റെ പഠന വൈകല്യങ്ങളും അവൻ്റെ മാർക്ക് കുറഞ്ഞതിനൊക്കെ നമ്മൾ വെറുതെ അവനെ ചീത്ത പറഞ്ഞ് അവൻ്റെ മനോധൈര്യം കെടുത്തിയിട്ട് എന്താണ് പ്രയോജനം? അവനെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പലപ്പോഴും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതാണോ, അവിടെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണോ, മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. തകരാറുകൾ തേടി ഇറങ്ങി അത് കണ്ടുപിടിച്ച് ചുഴിഞ്ഞന്വേഷിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് പലർക്കുമുണ്ട് എന്നാണ്. ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തകരാറ് അത് ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ക്യാമ്പയിൻ ചെയ്യുക മറ്റുള്ളവരെ, അത് അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാളെ തോറ്റി തെറ്റാണെങ്കിൽ ഒരു ഫോട്ടോ പുറത്ത് കണ്ടു, അപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് അയാളോട് ഗുണകാംശപരമായി ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അപാകത സംഭവിച്ചതിൻ്റെ കുറ്റബോധമോ തിരുത്താളൊരു മനസ്സോ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. എന്നാൽ ഇയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പബ്ലിസിറ്റി മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് ഗുണമാണുള്ളത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?